വായനയുടെ കാലം ഡിജിറ്റൽ യുഗത്തിന് വഴിമാറിയെന്ന് പരിതപിക്കുന്നവർക്ക് മറുപടിയുമായ ഒരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ. നൂറുകണക്കിന് പുസ്തകങ്ങളാണ് പത്തനംതിട്ട കുന്നത്താനം സ്വദേശിയായ PV പ്രസാദിന്റെ അലമാരകളിൽ അടുക്കി സൂക്ഷിച്ചിരിക്കുന്നത്. ലോകപ്രശസ്തങ്ങളായ പുസ്തകങ്ങൾ ഉൾപ്പെടെ PV പ്രസാദിന്റെ വീട്ടിലെ പുസ്തക ശേഖരത്തിലുണ്ട്. ഡോക്ടർ S രാധാകൃഷ്ണൻ, ജവഹർലാൽ നെഹ്റു, വിവേകാനന്ദ സ്വാമികൾ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, ആഗമാനന്ദ സ്വാമി, ശശി തരൂർ എന്നിവരുടെ രചനകൾക്കൊപ്പം പ്രധാനപ്പെട്ട ഉപനിഷത്തുകൾ, 18 പുരാണങ്ങൾ, ഭഗവത്ഗീതയുടെ നിരവധി ഭാഷ്യങ്ങൾ, കാവാലത്തിന്റെയും G ശങ്കരപ്പിള്ളയുടെയും നാടക സമാഹാരങ്ങൾ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാസമാഹാരം എന്നിവയെല്ലാം ഈ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥന്റെ അലമാരയിൽ തലയുയർത്തി ഇരിപ്പുണ്ട്. ബാല്യത്തിൽ ആരംഭിച്ച പുസ്തക വായനയാണ് തന്നിലെ വ്യക്തിത്വത്തെ കരുപിടിപ്പിച്ചതെന്ന് PV പ്രസാദ് വ്യക്തമാക്കുന്നു. വാരികകളിലും ഡിറ്റക്റ്റീവ് നോവലുകളിലും ആരംഭിച്ച പ്രസാദിന്റെ വായനാശീലത്തെ പരിപോഷിപ്പിച്ചത് മുരണി ദേശസേവിനി ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങളാണ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് 5 കിലോമീറ്റർ അകലെയുള്ള ഗ്രന്ഥശാലയിൽ നടന്നുപോയി പുസ്തകങ്ങൾ ശേഖരിക്കുന്ന PV പ്രസാദ് അന്ന് തന്നെ ആ പുസ്തകങ്ങൾ വായിച്ച് പിറ്റേന്ന് പുതിയ പുസ്തകം മാറിയെടുക്കുമായിരുന്നു. തുടർന്ന് ചങ്ങനാശ്ശേരി NSS കോളേജിലെ യൂണിവേഴ്സിറ്റി സെന്ററിലെ ലൈബ്രറിയൻ R സുകുമാരൻ നായരാണ് പ്രസാദിന്റെ വായനയുടെ ഗതി മാറ്റിയത്. വായന ഒരു ഹരമായി മാറ്റിയ ഇദ്ദേഹം പുസ്തകങ്ങളിലെ പ്രധാന ആശയങ്ങൾ ഒരു ഡയറിയിൽ കുറിക്കുക പതിവാക്കി. ഇതോടെ പുസ്തകങ്ങൾ സ്വന്തമായി വാങ്ങി തുടങ്ങി. ഉദ്യോഗം ലഭിച്ച ശേഷം വരുമാനത്തിന്റെ നിശ്ചിത ഭാഗം പുസ്തകങ്ങൾ വാങ്ങാനായി മാറ്റിവെച്ചു. പുതിയ പുസ്തകങ്ങൾ എത്തിയതോടെ പഴയവ വയ്ക്കാൻ വീട്ടിൽ സ്ഥലമില്ലാതായതോടെ വായിച്ച പുസ്തകങ്ങൾ ഗ്രന്ഥശാലകൾക്കും വ്യക്തികൾക്കും നൽകി. എന്നാൽ ബൈബിളിനെ വളരെ ലളിതമായി വ്യാഖ്യാനം ചെയ്യുന്ന ഒരു പുസ്തകം തന്നിൽ നിന്ന് വായിക്കാൻ കൊണ്ടുപോയവർ തിരികെ നൽകിയില്ലെന്ന ദുഃഖം PV പ്രസാദ് ഇപ്പോഴും വിവരിക്കുന്നു. പെൻഷൻ പറ്റി വിശ്രമജീവിതം നയിക്കുമ്പോഴും പുറത്തിറങ്ങുന്ന പുതിയ പുസ്തകങ്ങൾ ആവേശത്തോടെ വാങ്ങി വായിക്കുകയാണ് ഇദ്ദേഹം. വായനയോടുള്ള അഭിരുചി നഷ്ടപ്പെടുന്ന ഇക്കാലത്തും പുസ്തകങ്ങളെ സ്നേഹിക്കുകയാണ് ഈ അക്ഷരസ്നേഹി. വായനയ്ക്കിടയിൽ പ്രഭാഷണങ്ങൾക്കും സമയം കണ്ടെത്തിയ ഇദ്ദേഹം 500-ലധികം വേദികൾ ഇതിനോടകം പിന്നിട്ട് കഴിഞ്ഞു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.